ഹായ് ഓൾ വെൽക്കം ബാക്ക്. എന്തെല്ലാന്ന് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തേത് നമുക്ക് നോമ്പ് തുറക്കുന്ന ടൈമിൽ വെറും അരമണിക്കൂർ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയുള്ള ഒരു സിമ്പിൾ കോംബോ റെസിപ്പീസാണ് കാണിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ നെഫ്രത്തിക്ക സർബത്ത് ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണല്ലോ. അപ്പോൾ അതിൻ്റെ റെസിപ്പി കാണിക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ചിക്കൻ വെച്ചിട്ടുള്ള ഒരു സിമ്പിൾ സ്നാക്കും ഉണ്ട് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്നാക്കിന് നല്ല അടിപൊളി പേര് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. ഞാനിതിനിട്ടിട്ടുള്ളത് ചിക്കൻ ചുരുട്ട് എന്നാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ? വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ട്രെൻഡിങ് നെഫ്രത്തിക്ക സർബത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ആപ്പിൾ ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. ആപ്പിളിൻ്റെ അളവ് ഈ ഒരു ഡ്രിങ്കിൻ്റെ അളവൊന്നും ഞാൻ പറയുന്നില്ല, കാരണം എത്ര ഗ്ലാസ് ഡ്രിങ്ക് നമ്മൾ ഉണ്ടാക്കുന്നോ എല്ലാതും അതിനനുസരിച്ച് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുത്താൽ മതി കേട്ടോ. കറക്റ്റ് ഒരു അളവില്ലാതൊരു ഡ്രിങ്കാണ് ഇത്. ഇതിലേക്ക് ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു 1.5 ടീസ്പൂൺ വരെ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. രണ്ടും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അവിടെ മാറ്റി വയ്ക്കാം. ഇനിയിപ്പം ഈ ഒരു സർബത്തിലേക്ക് നമുക്ക് മെയിനായിട്ട് പാലാണ് വേണ്ടത്. പാലെടുക്കുമ്പോൾ നിങ്ങൾ എത്ര ഗ്ലാസ് ജ്യൂസ് ഉണ്ടാക്കുന്നോ അതിനനുസരിച്ച് നിങ്ങൾക്ക് പാലെടുക്കുക കേട്ടോ. വെള്ളം ചേർക്കാതെ എടുക്കുന്നതാണ് ഒന്നുകൂടി നല്ലത്. വെള്ളം ചേർത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, കുറച്ച് വേണമെന്നുണ്ടെങ്കിൽ. ഇനിയിപ്പോൾ ഇതിന് മധുരത്തിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർക്കുന്നത്. കണ്ടൻസ്ഡ് മിൽക്ക് നിർബന്ധമായിട്ട് എടുക്കുക, കാരണം എങ്കിൽ ആ ഒരു കറക്റ്റ് ടേസ്റ്റും ഫ്ലേവറും തിക്നെസ്സും ഒക്കെ കിട്ടും കേട്ടോ. കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ലയെന്നുണ്ടെങ്കിൽ പഞ്ചസാരയും അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് പാൽപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണേ, എങ്കിൽ ആ ഒരു കറക്റ്റ് ടെക്സ്ചറിൽ കിട്ടും കേട്ടോ. അത് നിർബന്ധമായിട്ട് അങ്ങനെ ചെയ്യാൻ നോക്കണേ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എത്രത്തോളം നിങ്ങൾക്ക് കണ്ടൻസ്ഡ് മിൽക്ക് വേണം അത്രയും ചേർത്ത് കൊടുക്കുക കേട്ടോ. നല്ലപോലെ മിക്സ് ആക്കിയിട്ട് അതും കൂടി റെഡിയാക്കി വെച്ച് നമ്മുടെ ഡ്രിങ്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി തുടങ്ങാം. ഇനിയിപ്പോൾ ഈ ഒരു ഡ്രിങ്കിലേക്ക് മെയിനായിട്ട് വേണ്ടത് കസ്കസ് സോക്ക് ചെയ്തതാണ്. ഞാൻ ഒരു ടീസ്പൂൺ കസ്കസ് ഒരു 5-6 മിനിറ്റ് മുന്നേ ഒന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും റെഡി ആയിട്ടുണ്ട്. ഇനി ഇതാ ഞാൻ 2 ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ജ്യൂസ് റെഡിയാക്കി തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആപ്പിളില്ലേ ഗ്രേറ്റ് ചെയ്തത് അത് ഇതുപോലെ ഇട്ട് കൊടുക്കുക. 1.5 സ്പൂൺ എത്രത്തോളം നിങ്ങൾക്ക് വേണോ അതിനനുസരിച്ച് ഓരോ ഗ്ലാസ്സിലായിട്ട് ഇട്ട് കൊടുക്കുക. ഇനി അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കസ്കസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിൽ ഞാനിതാ കുറച്ച് അണ്ടിപ്പരിപ്പ്, ബദാം, പിസ്ത എല്ലാതും കുറച്ച് എടുത്തിട്ട് ഒന്ന് ചെറുതായിട്ട് നുറുക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സെറ്റ് ചെയ്യാം. അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് എടുക്കാം, ഏതായാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള പാലും കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ മിക്സില്ല അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ നഫ്രത്തിക്ക സർബത്ത് റെഡി ആയിട്ടുണ്ട്. ഒഴിക്കുമ്പോൾ തന്നെ ആ ഒരു മുകളിലോ ഒക്കെ കൂടി മിക്സ് ആയിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്പൂൺ വെച്ച് മിക്സ് ചെയ്ത് കുടിക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ, നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. പക്ഷേ ഇത് കഴിക്കുന്ന സമയത്ത് നല്ലപോലെ തണുപ്പിച്ചിട്ട് കഴിക്കണേ, അപ്പോഴേ ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഇത് സെറ്റ് ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് കഴിക്കുക കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഏകദേശം 300-330 ഗ്രാമോളം അളവിൽ ചിക്കൻ ഉണ്ട്. ഇത് നല്ലപോലെ ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒട്ടും തന്നെ ഈ ഒരു ചിക്കനിൽ വെള്ളമയം ഉണ്ടാകാൻ പാടില്ല കേട്ടോ. നല്ലപോലെ വെള്ളം ഊറ്റിയെടുക്കണേ. പിന്നെ ഇത് കട്ട് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് ഈ ഒരു വീഡിയോയിൽ കാണുന്ന ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. കുഞ്ഞു കുഞ്ഞു ക്യൂബായിട്ടോ സ്ക്വയറായിട്ടോ അങ്ങനെ നേരിയതായിട്ടോ ഓവർ കനയില്ലാതെ കട്ട് ചെയ്യാൻ നോക്കണേ പ്രത്യേകം. ഇനിയിപ്പോൾ ഇതിലേക്കുള്ള ചെറിയൊരു മസാലയ്ക്ക് വേണ്ടിയിട്ട് 1.5 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് മാറ്റം വരുത്തണേ. പിന്നെ 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, പാകത്തിലുള്ള ഉപ്പ്, പിന്നെ ഒരു നുള്ള് ചെറിയ ജീരകം ചേർക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് കൂടരുത്, ഒരു പിഞ്ച് മാത്രം മതി. പിന്നെ ഇതിലേക്ക് കോൺഫ്ലോർ ആണ്, ഒരു 2.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ തൈര് ചേർക്കുന്നുണ്ട്. പിന്നെ പാകത്തിനുള്ള പുളിക്ക് ആവശ്യമായിട്ടുള്ള ചെറുനാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ വിനീഗർ, ഏതായാലും കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ എല്ലാം കൂടി ചേർത്തിട്ട് നല്ലപോലെ കൈ കൊണ്ടൊന്ന് മിക്സാക്കി കുഴച്ചെടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരുപാട് ഈർപ്പമുള്ള ഒരു മസാലയായിട്ട് ചെയ്തെടുക്കരുത് കേട്ടോ. തൈരൊക്കെ ചേർക്കുമ്പോൾ ഒരുപാട് കൂടിപ്പോഴുത് കട്ട തൈര് തന്നെ ചേർക്കാനും നോക്കണേ. നല്ല തിക്കായിട്ടുള്ളൊരു മസാല ആയിരിക്കണേ ഇതിൻ്റെത്. ഇനിയിപ്പോൾ സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ നല്ലതാണ്. ഈ ഒരു ചിക്കൻ മസാല റെഡിയാക്കി വെച്ചിട്ട് നല്ല തിക്കായിട്ടുള്ള മസാലയായിട്ടാണ് ഈ ഒരു ചിക്കനിൽ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിന് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ സർബത്ത് ഉണ്ടാക്കുന്നതിന് മുന്നേ ആയിട്ട് ചിക്കൻ അവിടെ ആദ്യം തന്നെ മസാല റെഡിയാക്കി വെക്കുക കേട്ടോ. അപ്പോൾ ഒരു കറക്റ്റ് സമയം ഒന്ന് സെറ്റായിട്ട് കിട്ടുമല്ലോ. ഇനിയിപ്പോൾ ഇതാ കാര്യമായിട്ട് പരിപാടിയൊന്നുമില്ല. ഈ ഒരു സ്നാക്ക് നമ്മൾ റെഡിയാക്കുന്നത് മാവ് കുഴച്ചൊന്നും പരത്തിയിട്ടല്ല, നമ്മുടെ സമൂസ ഷീറ്റ് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 1.5-2 മണിക്കൂർ മുന്നേ ഞാൻ സമൂസ ഷീറ്റ് പുറത്തുനിന്ന് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറമേ വെച്ചിട്ടുണ്ടായിരുന്നേ. ഇനി കുറച്ച് കനത്തിൽ ഒരു എന്താ പറയുക ഒരു 10-12 പീസെല്ലാം ഒന്നിച്ച്, അല്ലെങ്കിൽ ഒരു 5-8 പീസ് ഒന്നിച്ച് പിടിക്കുക. സമൂസ ഷീറ്റ് ഒന്ന് ലെവൽ ചെയ്ത് വെച്ച് കൊടുത്തതിന് ശേഷം നേരെ ക്രോസ് ആയിട്ട് ഇതുപോലൊരു കത്രികയോ അല്ലെങ്കിൽ കത്തി ഉപയോഗിച്ചിട്ട് ബോർഡിൽ വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇതുപോലെ ക്രോസ് ആയിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കണേ, എങ്കിലേ നമുക്കിത് ചുരുട്ടി റോൾ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഇതാ ഞാൻ മൊത്തത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വേണ്ട നോക്കി കട്ട് ചെയ്യട്ടെ. നമ്മൾ ചിക്കൻ്റെ പീസ് എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ച് നമുക്ക് ഷീറ്റ് വേണ്ടി വരും. അപ്പോൾ ഇതാ ഇതുപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം
അങ്ങനെ ഇത് ഷീറ്റ് മൊത്തത്തിൽ കട്ട് ചെയ്തതിന് ശേഷം കണ്ടില്ലേ എല്ലാതും ഓരോ ലെയറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നമ്മുടെ മസാല റെഡിയാക്കി വെച്ചിട്ടുള്ളതിന്ന് ചിക്കൻ ഒരു പീസ് ഇതുപോലെ എടുത്ത് വെച്ചിട്ട് പതുക്കെ നല്ല ടൈറ്റായിട്ടൊന്ന് റോൾ ചെയ്ത് കൊടുക്കുക കേട്ടോ. ചുരുട്ടി ചുരുട്ടി എടുക്കുക. ഇതുകൊണ്ടാണ് ഞാൻ ഇതിന് ചിക്കൻ ചുരുട്ടെന്ന് പേരിട്ടിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതുപോലെ നല്ല ടൈറ്റ് ചെയ്തൊന്ന് വെച്ച് കൊടുക്കുക. അങ്ങനെ ലാസ്റ്റ് ഒരു അറ്റാവുന്ന സമയത്ത് ഞാനൊരു ബൗളിൽ കുറച്ച് പച്ചവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ ജസ്റ്റ് ഒന്ന് ബ്രഷ് മുക്കിയിട്ട് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നന്നായിട്ട് ഒട്ടി കിട്ടിക്കോളും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് പച്ചവെള്ളം മതി കേട്ടോ. മൈദ ഗമ്മ് കാര്യങ്ങളൊന്നും വേണ്ട. അങ്ങനെ ഇതാ നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ ചുരുട്ട് റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ പരിപാടി. അങ്ങനെ ചിക്കൻ ഇളകി പോകുന്ന പ്രശ്നം ഒന്നുമില്ല കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളത് ഇതാ മൊത്തത്തിൽ ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയല്ലേ കാണാൻ വേണ്ടിയിട്ട്, നല്ല ടേസ്റ്റായിട്ട് ഇത് കഴിക്കാൻ. ഇനിയിപ്പോൾ ഇതാ ചൂടായ എണ്ണയിലേക്ക് നമ്മുടെ ചുരുട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്യാം. ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഇട്ട് കൊടുക്കുമ്പോൾ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലായിട്ട് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത ഉടനെ തന്നെ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കണം കേട്ടോ. കാരണം ചിക്കന് നമ്മൾ കുക്ക് ചെയ്യാത്തതല്ലേ, അതുകൊണ്ട് തന്നെ ചിക്കൻ വേവണം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇങ്ങനെ ആകുമ്പോൾ ചിക്കൻ വേവുമോ എന്നുള്ളത്, ഒരു ടെൻഷനും വേണ്ട കേട്ടോ. നന്നായിട്ട് തന്നെ ചിക്കൻ വെന്ത് കിട്ടിക്കോളും. പെട്ടെന്ന് തന്നെ ഇടയ്ക്കിടെ ഒന്ന് ഇതുപോലെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കണേ. അങ്ങനെ ഇതാ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് നമ്മുടെ ചിക്കൻ വെന്തിട്ടുമുണ്ട്. നമ്മുടെ അടിപൊളിയായിട്ട് ചിക്കൻ ചുരുട്ട് റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, സിമ്പിളല്ലേ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ മൊത്തത്തിൽ ഇതുപോലെ ചെയ്തെടുക്കുക. അങ്ങനെ ഇതാ നമ്മുടെ ഡ്രിങ്കും റെഡി ആയിട്ടുണ്ട്. ചിക്കൻ ചുരുട്ടും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുള്ളൊരു കാണാനൊരു നല്ല രസമുള്ളൊരു സ്നാക്കാണ്. അതുപോലെ തന്നെ കഴിക്കാനാണെങ്കിൽ അടിപൊളി ടേസ്റ്റുമാണ്. നല്ല കിടിലൻ ഡ്രിങ്കുമാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു കോംബോ നിങ്ങളൊന്ന് ട്രൈ ആക്കി നോക്കുക കേട്ടോ. നല്ല സിമ്പിളായിട്ടൊരു 30-35 മിനിറ്റ് കൊണ്ടൊക്കെ നമ്മുടെ സ്നാക്കും ഡ്രിങ്കും ഒക്കെ റെഡിയാവും. ഇഫ്താർ പാർട്ടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെന്ന് തന്നെ വിചാരിക്കുന്നുണ്ട്. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഒന്ന് ഷെയർ ചെയ്തെടുക്കാനും മറക്കല്ലേ. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്